സമ്മർ സ്ലാം 2024 മാച്ച് കാർഡ് പ്രഡിക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുവരേക്കും WWE ഒഫീഷ്യലായിട്ട് 7 മാച്ചാണ് സമ്മർ സ്ലാമിൽ കൺഫേം ചെയ്തിട്ടുള്ളത്. ഇനി മാച്ചിന്റെ എണ്ണം കൂടാൻ ചാൻസ് ഉണ്ടോ, മറ്റു മാച്ചുകൾ ആഡ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് സാധ്യത വളരെയധികം കുറവാണ്. അതുപോലെ പലരും ജെറ്റ് കേബിൾ ഫോഴ്സസ് അങ്കിൾ ഹൗഡി മാച്ച് സമ്മർ സ്ലാമിൽ വരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ റോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ മാച്ച് വരില്ല, പകരം റോയിലാണ് വൈറ്റ് 6ന്റെ മാച്ച് എല്ലാം കൺഫേം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ സമ്മർ സ്ലാമിൽ നിറയെ റെസ്റ്റേഴ്സിന് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം പലരും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത് തുടക്കത്തിൽ പറഞ്ഞു പോയത്. ഇനി സമ്മർ സ്ലാം 2024 ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയവും ദിവസവും ചോദിക്കുകയാണെങ്കിൽ ഈ ഞായറാഴ്ച രാവിലെ 4:30 സമ്മർ സ്ലാം ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് സോണി 10 ചാനലില്. അപ്പോൾ 4:30 തന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഇതിൽ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ്. ഈ മാച്ച് നടക്കാൻ പോകുന്നത് വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ വേഴ്സസ് റിയ റിപ്ലി, ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ കൂടുതലായിട്ടും വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് ലിവ് മോർഗൻ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിയ റിപ്ലി ഈ മാച്ചിൽ മത്സരിക്കുന്ന സമയത്ത് ഡൊമിനിക് മിസ്റ്റീരിയോ മൂലം റിയ റിപ്ലി ഈ മാച്ചിൽ തോൽക്കുന്നതായിട്ടായിരിക്കും WWE കാണിക്കുക. അതുപോലെ തന്നെ റിയ റിപ്ലിക്ക് ഇഞ്ചുറി ഒന്നും ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതും ഇവരുടെ സ്റ്റോറി ലൈനും വെച്ച് നോക്കുമ്പോൾ ഈ മാച്ചിൽ ലിവ് മോർഗൻ ആണ് വിൻ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ബെക്കി ലഞ്ചിന്റെ കൂടെ ലിവ് മോർഗൻ ജയിച്ച അതേ സ്റ്റോറി ലൈൻ തന്നെ കൊണ്ടുവന്നേക്കാം, അതായത് ചെയറിട്ട് കൊടുക്കുമ്പോൾ മാറിപ്പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ ഈ മാച്ചിൽ ലിവ് മോർഗനാണ് വിജയസാധ്യത കൂടുതൽ. റിയ റിപ്ലി ഈ മാച്ച് ഒട്ടും ജയിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള കാരണം ലിവ് മോർഗന്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് നല്ല സെറ്റായിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. ഫാൻസും ലിവ് മോർഗന്റെ ചാമ്പ്യൻഷിപ്പ് റൺ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ലിവ് മോർഗനാണ് വിൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പ്രൊഡിക്ഷൻ ഈ മാച്ചിൽ ഡൊമിനിക് മിസ്റ്റീരിയോ കാരണം ലിവ് മോർഗൻ ജയിക്കും എന്നാണ്. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമന്റ് ചെയ്യുക. അടുത്തത് വുമൻസ് ചാമ്പ്യൻഷിപ്പ് നോക്കാം. ഈ മാച്ച് നടക്കാൻ പോകുന്നത് വുമൻസ് ചാമ്പ്യനായ ബെയ്ലി ഫോഴ്സസ് ക്വീൻ ഓഫ് ദ റിംഗ് വിൻ ചെയ്ത് നമ്പർ 1 കണ്ടന്ററായ നയ ജാക്സ്, ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാച്ചിൽ ഇപ്പോഴത്തെ വുമൻസ് ചാമ്പ്യനായ ബെയ്ലി തന്നെയാണ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത്. അതായത് ബെയ്ലിയുടെ ചാമ്പ്യൻഷിപ്പ് റണ്ണ് ഈ മാച്ചിൽ അവസാനിക്കാൻ ചാൻസ് ഇല്ല. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാച്ചിന്റെ അവസാനത്തിൽ നയ ജാക്സ് വിൻ ചെയ്യാൻ പോകുമ്പോൾ മണി ഇൻ ദി ബാങ്ക് വിന്നറായ ടിഫനി സ്ട്രാറ്റൻ മണി ഇൻ ദി ബാങ്ക് കൊണ്ടുവന്ന് മാച്ചിൽ ക്യാഷ് ഇൻ ചെയ്യാൻ നോക്കുന്നത് പോലെയോ ആ സമയത്ത് നയ ജാക്സ് അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്നത് പോലെയെല്ലാം കാണിക്കും. ആ സമയത്ത് ബെയ്ലി റോൾ പിൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ അവസരം ഉപയോഗിച്ച് ഫിനിഷർ ചെയ്തുകൊണ്ടോ ക്ലീൻ ആയിട്ട് ബെയ്ലി തന്നെ ഈ മാച്ചിൽ വിൻ ചെയ്ത് ചാമ്പ്യൻ ആകും. അതുപോലെ തന്നെ ഇത് ട്രിപ്പിൾ ത്രെഡ് മാച്ച് ആവാനുള്ള ചാൻസും റൂമറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഈ മാച്ചിൽ ടിഫനി കാരണം നയ ജാക്സ് തോൽക്കും. അതിനുശേഷം ബെയ്ലി ചാമ്പ്യൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനാണ് ചാൻസ് ഉള്ളത്. ടിഫനി സ്ട്രാറ്റനി സമ്മർ സ്ലാമിൽ മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി മൂന്നാമതായി നോക്കാൻ പോകുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ സാമി സെയിൻ വേഴ്സസ് ബ്രോൺ ബ്രേക്കർ, ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ച് മണി ഇൻ ദി ബാങ്കിൽ നടന്ന് മണി ഇൻ ദി ബാങ്കിൽ വളരെ സിമ്പിളായിട്ട് ബ്രോൺ ബ്രേക്കറെ സാമി സെയിൻ തോൽപ്പിച്ചതാണ്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്തവണ ബ്രോൺ ബ്രേക്കറിനാണ് വിജയസാധ്യത കൂടുതൽ. അതായത് സാമി സെയിൻ ഈ മാച്ച് തോൽക്കാനാണ് ചാൻസ് ഉള്ളത്. പക്ഷേ ഈ മാച്ച് വേറെ ലെവൽ മാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് സാമി സെയിൻ തോൽക്കും എന്ന് പറയുന്നതിൻ്റെ ചില കാരണങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ജെയ്യൂസ് ഓഫ് സാമി സെയിൻ ഇവര് റോമന്റെ ബ്ലഡ് ലൈൻ ടീമിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറി ലൈൻ നിലവിൽ ഉള്ളതുകൊണ്ട് സാമി സെയിൻ ചാമ്പ്യൻഷിപ്പ് തോൽക്കാനാണ് ചാൻസ് ഉള്ളത്. പിന്നെ ഈ മാച്ചിലും ബ്രോൺ ബ്രേക്കർ തോൽക്കുന്നത് പോലെ കാണിച്ചാൽ പിന്നെ ബ്രോൺ ബ്രേക്കറിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ ബ്രോൺ ബ്രേക്കർ ന്യൂ ചാമ്പ്യൻ ആവാനാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ബ്രോൺ ബ്രേക്കർ. അടുത്ത മാച്ച് യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച്. യുണൈറ്റഡ് ചാമ്പ്യനായ ലോഗൻ പോൾ വേഴ്സസ് LA നൈറ്റ്, ഇവർക്കാണ് യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്നത്. ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ LA നൈറ്റ് വിൻ ചെയ്ത് ന്യൂ യുണൈറ്റഡ് ചാമ്പ്യൻ ആവാനാണ് ചാൻസ്. അപ്പോൾ ഈ മാച്ചിൽ ലോഗൻ പോൾ എന്തെങ്കിലും ഉടായ്പ ഒപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒപ്പിക്കും. ഒന്നല്ലെങ്കിൽ എപ്പോഴത്തെയും പോലെ ബ്രേസ് നെക്കിൾസ് വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ടുവന്ന് LA നൈറ്റിനെ അറ്റാക്ക് ചെയ്യാനോ. എന്നാൽ എന്തൊക്കെ നോക്കിയാലും ഈ മാച്ചിൻ്റെ അവസാനത്തിൽ മെഗാ സ്റ്റാർ LA നൈറ്റ് വിൻ ചെയ്ത് ന്യൂ യുണൈറ്റഡ് ചാമ്പ്യൻ ആവാനാണ്
100% ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ LA Knight. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു റൂമർ ഉണ്ട്, ലോഗൻ പോൾ തന്നെ സ്റ്റിൽ ചാമ്പ്യനായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ സംഭവിച്ച മൊത്തം 3G ആകും. അടുത്ത മാച്ച് WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ്. ഈ മാച്ച് നടക്കാൻ പോകുന്നത് വേൾഡ് ചാമ്പ്യനായ ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് കിങ് ഓഫ് ദ റിംഗ് വിൻ ചെയ്ത് നമ്പർ 1 കണ്ടൻഡറായ ഗന്തർ. ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ച് പ്രിഡിക്റ്റ് ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. അതായത് ഈ മാച്ചിൽ വേൾഡ് ചാമ്പ്യൻ ഡാമിയൻ പ്രീസ്റ്റ് സ്റ്റിൽ ചാമ്പ്യൻ ആവാനും ചാൻസ് ഉണ്ട്. നമ്പർ 1 കണ്ടൻഡറായ ഗന്തറും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. എന്നാലും ഞാൻ ഒരു പ്രഡിക്ഷൻ പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ഈ മാച്ചിൽ ഞാൻ പറയാൻ പോകുന്ന പ്രഡിക്ഷൻ, ഈ മാച്ചിൽ ഗന്തർ വിൻ ചെയ്ത് ന്യൂ WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകും. ഈ മാച്ചിൽ ഫിൻ ബാലർ മുഖേനയായിരിക്കാം ഡാമിയൻ പ്രീസ്റ്റ് തോൽക്കാൻ ചാൻസ് ഉള്ളത്. പിന്നീട് ഫിൻ ബാലർ ഡാമിയൻ പ്രീസ്റ്റ് ഇവർക്ക് സ്റ്റോറി പോകാനും ഡാമിയൻ പ്രീസ്റ്റ് ജഡ്ജ്മെന്റ് ഡേയിൽ നിന്നും പുറത്താകാനും ഒരു ഫേസ് ടൈം ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് എൻ്റെ പ്രൊഡിക്ഷൻ. അതേസമയം ഡാമിയൻ പ്രീസ്റ്റിനെ ചാമ്പ്യനാക്കി മുന്നോട്ട് കൊണ്ടുപോയാലും നല്ലതാണ്. അതായത് ഫിൻ ബാലർ ഡാമിയൻ പ്രീസ്റ്റ് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഗന്തർ വിൻ ചെയ്ത് ന്യൂ ചാമ്പ്യൻ ആകും. ഞാൻ പറഞ്ഞതുപോലെ ഇത് തന്നെ നടക്കണം എന്നില്ല. അടുത്ത മാച്ച് മാസങ്ങളോളം സ്റ്റോറി ലൈൻ ചെയ്ത് വേറെ ലെവൽ ഹൈപ്പോട് കൂടി സമ്മർ സ്ലാമിലേക്ക് വന്നിട്ടുള്ള ഒരു മാച്ചാണ് CM Punk വേഴ്സസ് ഡ്രൂ മാക്കൻടയർ. ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ച്. എന്നാൽ ഈ മാച്ചിൽ ഒരു റൂൾസ് ഉണ്ട്. അതായത് സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആയിട്ട് സെത്ത് റോളൻസ് ആണ് വന്നിട്ടുള്ളത്. ഈ മാച്ച് കുറച്ചുനാൾ മുൻപ് വരെ CM Punkന്റെ പേര് വളരെ എളുപ്പമായിട്ട് പറയാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അതായത് സെത്ത് റോളൻസിനെ സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആഡ് ചെയ്തതിന് ശേഷം ഈ മാച്ചിന്റെ റിസൾട്ട് നമുക്ക് ഡ്രൂ മാക്കൻടയറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. 1997 സമ്മർ സ്ലാമിൽ അണ്ടർടേക്കർ വേഴ്സസ് ബ്രെറ്റ് ഹാർട്ട് ഇവർക്ക് തമ്മിൽ ഒരു മാച്ച് നടന്നിരുന്നു. ആ മാച്ചിൽ സ്പെഷ്യൽ റെഫറി ആയിട്ട് ഷോൺ മൈക്കിൾ ആണ് വന്നത്. ആ മാച്ചിന്റെ ചില റെഫറൻസ് ഈ മാച്ചിൽ WWE യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. മാച്ചിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ സെത്ത് 2 പേരുടെയും ഭാഗത്ത് നിന്ന് മാച്ച് മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ മാച്ചിന്റെ ഒരു അവസരത്തിൽ മാക്കൻടയർ CM Punkനെ സെത്തിന്റെ മേലേക്ക് തള്ളിയിടാനോ അല്ലെങ്കിൽ സെത്ത് നോക്കുമ്പോൾ CM Punk മനഃപൂർവ്വം അറ്റാക്ക് ചെയ്തതായിട്ട് സെത്തിന് തോന്നിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് സെത്ത് CM Punkനെ കർവ് സ്റ്റാമ്പ് അടിക്കാനോ അല്ലെങ്കിൽ മാക്കൻടയറിനെ സഹായിച്ച് ഫിനിഷറും ചെയ്യിപ്പിച്ച് മാക്കൻടയറിനെ ക്ലീൻ ആയിട്ട് ഈ മാച്ചിൽ വിൻ ചെയ്യിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, ഒന്ന് ഡ്രൂ മാക്കൻടയറിന് ഒരു വലിയ വിജയം കൊടുക്കാമെന്ന് WWE മുൻപേ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം CM Punk വിൻ ചെയ്താൽ സെത്ത് റോളൻസിനും CM Punkനും സ്റ്റോറി ലൈൻ കണ്ടിന്യൂ ചെയ്താലും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ആവില്ല. അതേസമയം സെത്ത് കാരണം CM Punk തോറ്റ് പിന്നീട് CM Punkനും സെത്തിനും സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ വർഷം നടക്കാനിരുന്ന മാച്ച് ഈ വർഷം റസൽമേനിയയിൽ നടത്തിയാൽ അതൊരു മരണമാസ മാച്ചായിരിക്കും റസൽമേനിയയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഇവർക്കൊരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ട് ആ മാച്ചൊന്നും നടന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് ഈ മാച്ചിൽ ഡ്രൂ മാക്കൻടയർ വിൻ ചെയ്യും എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഡ്രൂ മാക്കൻടയർ. സെത്ത് റോളൻസ് കാരണം ഡ്രൂ മാക്കൻടയർ ഈ മാച്ച് വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. ഈ അവസാനം നോക്കാൻ പോകുന്ന മാച്ച് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് വേഴ്സസ് ന്യൂ ട്രൈബൽ ചീഫ് സോളോ സിക്കാവ. ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സ് തന്നെയാണ് ഈ മാച്ച് വിൻ ചെയ്ത് സ്റ്റിൽ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായി മുന്നോട്ട് പോവുക. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ജിമ്മി ഉസോ റിട്ടേൺ ചെയ്യുന്ന സമയത്തെങ്ങാനും സോളോ സിക്കാവ നോക്കി നിൽക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചുകൊണ്ട് ആ ഒരു അവസരം ഉപയോഗിച്ച് കോഡി റോഡ്സ് ക്രോസ് റോഡ്സ് കൊടുത്ത് ഈ മാച്ചിൽ സോളോ സിക്കാവനെ തോൽപ്പിച്ച് സ്റ്റിൽ ചാമ്പ്യൻ ആവാനാണ് ചാൻസ്. അതിനുശേഷം കോഡി റോഡ്സിനെയും ജിമ്മി ഉസോ വന്നിട്ടുണ്ടെങ്കിൽ ജിമ്മി ഉസോനെയും ഇവർ റിങ്ങിലിട്ട് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും. കോഡി റോഡ്സിനെ ഇഞ്ചുറി ആക്കാനെല്ലാം ഇവർ നോക്കും. ആ സമയത്ത് പെട്ടെന്ന് പോൾ ഹേമൻ എൻട്രൻസിൻ്റെ അവിടെ വരുന്നത് പോലെയോ അതിനുശേഷം പോൾ ഹേമൻ അല്പം വിഷമിച്ചൊക്കെ നിന്നുകൊണ്ട് പിന്നീട് ഒറിജിനൽ ട്രൈബൽ ചീഫിൻ്റെ തീം മ്യൂസിക് പ്ലേ ആയി റോമൻ റെയിൻസ് അവിടെ വന്ന് ബ്ലഡ് ലൈൻ ടീമിലുള്ള പലരെയും സ്പിയർ ചെയ്തുകൊണ്ട് റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ കാണിക്കാനാണ് ചാൻസ് ഉള്ളത്. ഇതിൽ മുൻപ് വന്നത് റോമൻ റെയിൻസിൻ്റെ റിട്ടേണിൻ്റെ സമയത്ത് സോളോ സിക്കാവ തോൽക്കും എന്നാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് കോഡി ജയിച്ചതിന് ശേഷം ബ്ലഡ് ലൈൻ ടീം കോഡിനെ അറ്റാക്ക് ചെയ്യും, പിന്നീടാണ് റോമൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്നാണ്. അതായത് പോൾ ഹേമൻ വന്നതിന് ശേഷം.
അപ്പോൾ ഇങ്ങനെയാണ് സമ്മർ സ്ലാം എൻഡ് ആകാൻ പോകുന്നത്. റോമൻ റെയിൻസിന്റെ മരണമാസ് റിട്ടേണോട് കൂടിയിട്ട്. ഇത് സമ്മർ സ്ലാമിന്റെ പ്രഡിക്ഷൻ. ഇനി ജിമ്മി യൂസോയുടെ റിട്ടേൺ അതിനേക്കാൾ മുൻപുള്ള സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വെക്കുമോ എന്നറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനേക്കാൾ മുൻപുള്ള സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ DIY ടീമും ബ്ലഡ് ലൈൻ ടീമും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ മത്സരിക്കുന്നുണ്ട്. ഈ മാച്ചിന്റെ പ്രഡിക്ഷൻ പറയാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ എൻ്റെ പ്രഡിക്ഷൻ DIY ടീം വിൻ ചെയ്യും എന്നാണ്. കാരണം ബ്ലഡ് ലൈന് ഇപ്പോൾ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതായത് ഇവരിനി സർവൈവർ സീരീസ് വാർ ഗെയിമിലേക്കൊക്കെയാണ് പോകുന്നത്. അതുപോലെ തന്നെ റോമൻ്റെ കൂടെയുള്ള സ്റ്റോറിയും. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പോ അല്ലെങ്കിൽ ടാഗ് ടീം മാച്ചൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല മറ്റു റെസ്ലേഴ്സിൻ്റെ കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ചിലപ്പോൾ സ്മാക്ക് ഡൗണിൽ ജിമ്മി യൂസോ റിട്ടേൺ ചെയ്യാനോ ജിമ്മി യൂസോ വന്നതിന് ശേഷം DIY ടീം ടാഗ് ടീം ചാമ്പ്യൻസ് ആകാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രഡിക്ഷൻ DIY ടീം സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആകും എന്നാണ്. അപ്പോൾ ഇങ്ങനെ സ്മാക്ക് ഡൗണിൽ നടന്നിട്ടില്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സമ്മർ സ്ലാമിൽ ജിമ്മി യൂസോനെ നമുക്ക് പ്രതീക്ഷിക്കാം.